പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വലിയ പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മീഡിയം സൈസ് പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ 4 പൊട്ടറ്റോസ് മതിയാവും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി കൈ വെച്ചിട്ടോ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്രേറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രേറ്റർ വെച്ചിട്ട് നല്ലതുപോലെ സ്ക്രാപ്പ് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ വലിയ കട്ട ഉണ്ടാവില്ല. ഇതുപോലെ ഫുൾ പൊട്ടറ്റോയും നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ഇല്ല കൈ വെച്ചിട്ടാണ് സ്മാഷ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. കട്ടയില്ലാതെ നല്ലതുപോലെ സ്മൂത്തായിട്ട് എടുത്താൽ മാത്രം മതി. പൊട്ടറ്റോ നല്ലതുപോലെ സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചോളം മാവാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഫുള്ള് ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ ബ്രെഡ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് പൊടിച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ടാണ്. കുറച്ച് എരിവ് മതിയെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴയ്ക്കുന്ന പോലെ നല്ലൊരു ഡോ ഉണ്ടാക്കാം. ഒരല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മളിതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കോൺഫ്ലവറോ ബ്രെഡ് ക്രംസോ ചേർത്ത് അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഫൈനലി ഒരല്പം ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് ഇത് ഒന്നുകൂടി നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഡഫ് ആക്കാം. ഇനി നമുക്ക് ഈ മാവ് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിന് പുറത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. ഇതിന് പുറത്താണ് നമ്മളിനി മാവ് പരത്താൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റിക്കായിട്ടിരിക്കില്ല. ഇനി ഇതിലേക്ക് മാവ് വെച്ചിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി കമ്പിലും ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ പരത്തിയെടുക്കാം. നല്ല നൈസ് ആകണ്ട. ഞാനിപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടോ നമുക്ക് ഓരോ റൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സ്മൈലീസ് എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതുപോലൊരു സ്ട്രോ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടിട്ട് നല്ല ഭംഗിയുള്ള 2 കണ്ണ് നമുക്ക് ഇവർക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയുള്ള 2 കണ്ണ് തയ്യാറാക്കി കൊടുക്കാം. നമ്മുടെ സ്മൈലീസിനെല്ലാം നല്ല ഭംഗിയുള്ള 2 കണ്ണുകളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് നല്ലൊരു സ്മൈൽ കൂടെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒരു സ്മൈലീസ് എല്ലാം സൂപ്പറായിട്ട് ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി മാറ്റാം. ഇതിപ്പോൾ ഇത്രയും മാവ് ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്മൈലി ഉണ്ടാക്കിയത് പോലെ തന്നെ ഇതിലും സ്മൈലീസ് ഉണ്ടാക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓരോ പൊട്ടറ്റോ സ്മൈലീസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. സ്മൈലീസിനെല്ലാം ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പൊട്ടറ്റോ സ്മൈലീസിനെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൺ.